നമസ്കാരം. ഒ പിയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന വേറൊരു കോമൺ ആയിട്ടുള്ള കൈകളെ ബാധിക്കുന്നൊരു രോഗാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ട്രിഗർ ഫിംഗർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ട്രിഗർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ തോക്കിൻ്റെ ട്രിഗർ എന്ന് പറഞ്ഞില്ല, കാഞ്ചി എന്നൊക്കെ പറയും. അത് വലിച്ചു കഴിയുമ്പോൾ ടക്കെന്ന് വിട്ടുപോകും അല്ലേ. സാധാരണ ട്രിഗർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ ഫിംഗർ ഈ പേര് വരാനുള്ള കാര്യം, നമ്മുടെ കൈ ഇങ്ങനെ മടക്കി വെച്ച് തുറക്കുമ്പോൾ അത് പെട്ടെന്നൊരു തടസ്സപ്പെട്ടിട്ട് പിന്നെ ആയിരിക്കും നമുക്ക് തുറക്കാൻ പറ്റും. ടക്കെന്ന് പറഞ്ഞ് തുറക്കും. അപ്പോൾ ഒരു ഫോഴ്സ് കൊടുക്കുന്ന എവിടെയാണ്? നമ്മൾ ഗണ്ണിൻ്റെ ട്രിഗർ നമുക്കറിയാം, തോക്കിൻ്റെ കാഞ്ചി വലിക്കുമ്പോൾ എന്ത് പറ്റും? ബുള്ളറ്റ് തെറിച്ച് പോകും അല്ലേ. അതുപോലെ ആദ്യം ഒരു റെസിസ്റ്റൻസ് കാണും, അത് പിടിച്ച് കഴിയും, പിന്നെ തെറിച്ച് പോകും. അതുപോലെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അടച്ചു കഴിയുമ്പോൾ ഒരു ബാക്കി ഫിംഗർ നമുക്ക് തുറക്കാൻ പറ്റില്ല. തുറക്കാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഫോഴ്സ് കൊണ്ട് തുറക്കും, ഇങ്ങനെ പിടിച്ച് തുറക്കും. അപ്പോൾ ഇവിടെ ടിക്ക് എന്നൊരു സൗണ്ട് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വെല്ല് നേരെ ആകുകയും ചെയ്യും. ഇത് ഞാൻ ട്രിഗർ ഫിംഗർ എന്നതിന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ വെല്ലുകൾ മടങ്ങാൻ സഹായിക്കുന്നത് ടെൻഡൻസ് ആണ്. ഇതിന് മുമ്പത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു, ടെൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വടം പോലെ ഇരിക്കും, അല്ലെങ്കിൽ പുള്ളി പോലെയുള്ള വടം പോലെയുള്ള മസിലിൻ്റെ എൻഡിലുള്ള ഒരു ഷാർപ്പ് സ്ട്രക്ചേഴ്സാണ്. ഈ സ്ട്രക്ചർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കടന്നു പോകുന്നത് നമ്മുടെ ചെറിയ ദ്വാരത്തിൽ കൂടെയാണ്. ആ ദ്വാരത്തിന് നമുക്ക് എക്സാമ്പിൾ പറയാവുന്ന ഒരു നൂല്, ചെറിയ ഒരു നമ്മൾ സൂചിയിൽ കോർക്കത്തില്ലേ, അതുപോലെയുള്ള ഒരു ദ്വാരത്തെ കൂടി നൂല് പോകുന്ന പോലെ ആലോചിക്കുക. പെട്ടെന്ന് എന്ത് പറ്റി? ചെറിയൊരു കെട്ട് വീഴുമ്പോൾ എന്ത് പറ്റും? ഈ ദ്വാരത്തെ കൂടി അത് കടന്നു പോയില്ല. പക്ഷെ നമ്മൾ വലിച്ചു കഴിയുമ്പോൾ വീണ്ടും അത് പോകും. പക്ഷേ തിരിച്ചു എടുത്തു കഴിഞ്ഞാലോ വീണ്ടും അത് പോകത്തില്ല. അപ്പോൾ ആ സ്റ്റക്കാവും. ആ നൂലിന് ഒരു കെട്ട് വീണു, അല്ലെങ്കിൽ ഈ ടെൻഡന് ഒരു തിക്നെസ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കാരണമാണ് ഈ ട്രിഗർ ഫിംഗർ ഉണ്ടാകുന്നത്. അതിന് ഫസ്റ്റ് സ്റ്റേജ് എന്താ പറ്റുന്നത് വെച്ചാൽ, ഈ ടെൻഡൻ്റെ സാധാരണ കൈയുടെ ഇവിടെയായിട്ടാണ് ഈ വേദന വരുന്നത്. അവിടെയുള്ള ടെൻഡൻ്റാണ് പലപ്പോഴും ഈ ട്രിഗർ ഫിംഗർ തുടങ്ങുന്നത്. ഏത് ഫിംഗറിന് വേണേൽ വരാം കേട്ടോ, കൈയുടെ ഏത് ഫിംഗറിന് വേണേൽ വരാം. ഇവിടെ വരാം, തമ്പിൽ വരാം, അല്ലെങ്കിൽ ഈ വിരലിൽ ഇവിടെ വരാം. അപ്പോൾ ഈ സ്ഥലത്തായിട്ടാണ് സാധാരണ അത് വരുന്നത്. അപ്പോൾ അവിടുത്തെ ടെൻഡൻ നീര് കൂടുകയും അപ്പോൾ നീര് കൂടുമ്പോൾ എന്ത് പറ്റും? അതിലൂടെ കടന്നു പോകാൻ പറ്റാതെ, ആ പുള്ളിയിലൂടെ അത് കടന്നു പോകാൻ പറ്റാതെ വരുമ്പോൾ അവിടെ ഒരു സ്റ്റക്കായി കഴിയുമ്പോൾ നമ്മൾ തുറക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ രോഗികൾ പലപ്പോഴും പറയുന്നത്, ഡോക്ടർ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കൈ തുറക്കാൻ പറ്റുന്നത്, തുറന്നു കഴിയുമ്പോൾ ഈ വിരൽ മാത്രമേ മടങ്ങിയിരിക്കും. അത് തുറക്കണമെങ്കിൽ നമ്മൾ ചെറിയ ഫോഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു വേദനയായിരിക്കും. ഈ സ്ഥലത്ത് ചെറിയൊരു വേദനയാണ്. വേദന വന്നു കഴിയുമ്പോഴാണ് പിന്നെ അടുത്ത സ്റ്റേജിലാണ് പലപ്പോഴും അത് തുറക്കാൻ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ചെറിയ വേദന കാണും, തുറക്കുമ്പോൾ ചെറിയ വേദന കാണും, നമുക്ക് തുറക്കാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേജിൽ കുറച്ചുകൂടി നന്നായി ടൈറ്റായിട്ടിരിക്കും, തുറക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ കൈ കൊണ്ട് നല്ല ഫോഴ്സ് കൊണ്ടായിരിക്കും തുറക്കേണ്ടി വരും. തുറക്കുന്ന സമയത്ത് ആ ചെറിയ സൗണ്ട് ടക്കെന്ന് സൗണ്ട് കേട്ട് ഭയങ്കരമായ വേദന വരും. പിന്നെയുള്ള സ്റ്റേജ് അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. പിന്നെ ഈ കൈ കൊണ്ട് തുറക്കേണ്ടി വരും, ഈ കൈയുടെ ഫോഴ്സ് കൊണ്ട് തുറക്കേണ്ടി വരും. അപ്പോൾ നല്ല വേദനയായിരിക്കും. ഇതാണ് ട്രിഗർ ഫിംഗറിൻ്റെ ഒരു സിംറ്റംസ്. എന്തുകൊണ്ടുണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഡയബറ്റീസിലാണ്. ഷുഗറുള്ള പേഷ്യൻസിന് കോമൺ ആയിട്ട് ഇത് കാണാറുണ്ട്. 2 റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആമവാദമുള്ള രോഗികളിൽ ഇത് കാണാം. കാരണം ആമവാദത്തിൽ നമുക്കറിയാം, ആമവാദത്തിൽ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ സന്ധികളിലെയും ഈ ടെൻഡനെയൊക്കെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവിടെ ടെൻഡന് നീര് വീഴും. ഷുഗറിലാണെങ്കിൽ ഷുഗർ അൺകൺട്രോൾഡ് ആയി കഴിയുമ്പോൾ, കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതാണ്, അവിടുത്തെ കൊളാജിനെ കുറച്ച് പോയി ഗ്ലൈക്കോസിലേറ്റ് ചെയ്യും. അതായത് ഷുഗർ പോയി കൊളാജിന് പോയി ഡെപ്പോസിറ്റ് ആകുകയും കൊളാജിൻ്റെ വഴക്കക്കുറവ് ഉണ്ടാകുകയും അവിടെ നീർവീഴ്ച ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് അതുപോലെ തന്നെ ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ടവർക്ക് ഇത് വരാം. തൈറോയ്ഡ് ഉള്ളവർക്ക് വരാം. അപ്പം ഉണ്ടാകുന്ന കണ്ടീഷൻ, ഒന്ന് ഷുഗറിൽ വരാം, 2 തൈറോയിഡിൻ്റെ അസുഖം, ഹൈപ്പോതൈറോയിഡിസം. തൈറോയ്ഡ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം ശരീരത്തിൽ എല്ലായിടത്തും നീര് വയ്ക്കും. അതുപോലെ തന്നെ ടെൻഡൻ്റെയും ഫംഗ്ഷനെ അത് ചെറിയ നീർവീഴ്ച വന്ന് അതിൻ്റെ വഴക്കക്കുറവുണ്ടാകാം. അത് കൂടാതെ ഉണ്ടാകുന്ന വേറൊരു കണ്ടീഷൻ നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ആമവാദത്തിൽ ഉണ്ടാകാറുണ്ട്. ആമവാദം നമുക്കറിയാം ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. ഓട്ടോഇമ്യൂൺ ഡിസീസ് ആകുമ്പോൾ അത് ടെൻഡൻസിലും ജോയിൻസിലും ഒക്കെ നീര് വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്രിഗർ ഫിംഗർ ഈ ടെൻഡനെ അത് നീര് വയ്ക്കും. അതുപോലെ സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ വരാം. സോറിയാറ്റിക് സന്ധികളെ ബാധിക്കുന്ന അസുഖമാണ്. അതിലും ഇതുപോലെ ട്രിഗർ ഫിംഗർ വരാം. SLE ലൂപ്പസിൽ വരാം. അങ്ങനെ പല കണ്ടീഷൻസിലും ഇത് വരാം. പിന്നെ കൂടുതലായിട്ട് ഓവർ യൂസ് ചെയ്യുന്നവർക്ക്, കൈ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അത് ചിലർക്ക് ഒക്യുപ്പേഷനിലായിട്ട് ഈ ട്രിഗർ ഫിംഗർ കാണാറുണ്ട്. അപ്പോൾ ഈ ട്രിഗർ ഫിംഗർ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക. ഡയബറ്റീസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. പക്ഷേ ചിലർക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറയില്ല, വന്ന ഫിംഗറിൻ്റെ കുറയത്തില്ല, ബാക്കിയുള്ള ഫിംഗറിലോട്ട് വരത്തില്ല. നന്നായിട്ട് ഷുഗറെ കൺട്രോൾ ചെയ്യുക, ബാക്കിയുള്ള ഫിംഗറിലോട്ട് വരുന്നത് കുറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണോ എന്നുള്ളത് ഇങ്ങനെ ട്രിഗർ ഫിംഗർ വരുമ്പോൾ എപ്പോഴും നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്ത് ഉറപ്പിക്കണം. ഉണ്ടെങ്കിൽ അതിലൊരു ട്രീറ്റ്മെൻറ്റ്, അതായത് ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിംഗറിലോട്ട് വരുന്നത് ഇത് കുറയും. ആദ്യം ഇങ്ങനെ ഒരു ഫിംഗറിൽ വന്നു, പിന്നെ ഷുഗർ കൺട്രോൾ വേറെ ഫിംഗറിലോട്ടും വരും. ഇങ്ങനെ ഫിംഗറിലോട്ട് മാറി ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പം കൈ മടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതുപോലെ തന്നെയാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മൾട്ടിപ്പിൾ ഫിംഗേഴ്സിൽ ഒരുമിച്ച് വരും, 2-3 ഫിംഗേഴ്സിനൊക്കെ ഒരുമിച്ച് വരും. അപ്പോൾ ട്രിഗർ ഫിംഗറിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രൈമറി അസുഖം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഡയബറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കൂടുന്നത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ അവിടെ സ്കാൻ ചെയ്ത് ആ സ്പോട്ടിൽ ചെറിയൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും 80-90% ആൾക്കാർക്കും ഇത് പൂർണ്ണമായിട്ട് ശരിയായി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ശരിയായില്ലെങ്കിൽ 10-20% ആളുകൾ ചിലപ്പം സർജറി ചെയ്യേണ്ടതായിട്ടും വരാം. അപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള കണ്ടീഷനാണ്. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഇഞ്ചക്ഷൻ കൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നൊരു കാര്യമാണ്. മാത്രമല്ല പക്ഷേ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തുകൊണ്ട് ഇത് ഉണ്ടായി എന്നുള്ളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോയി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ട്രിഗർ ഫിംഗർ. അപ്പോൾ കൈ മടക്കാൻ സാധിക്കുന്നില്ല, മടക്കി കഴിഞ്ഞ് ടക്കുന്നൊരു സൗണ്ടോട് കൂടിയാണ് വിരൽ തുറക്കുന്നത്. ഒരു വിരലിനെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ വിരൽ മടക്കാൻ സാധിക്കില്ല, വിരൽ തുറക്കുമ്പോൾ ഒരു സൗണ്ടോട് കൂടി തുറക്കുന്നത് ട്രിഗർ ഫിംഗറാണ്. ട്രിഗർ ഫിംഗർ ഉണ്ടെങ്കിൽ ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ.